ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബൈദ്. വളരെ സിമ്പിളും ടേസ്റ്റിയുമായ വീട്ടിലുള്ള മസാലകൾ വെച്ച് വളരെ ടേസ്റ്റിയായ എഗ് പൊട്ടാറ്റോ റൈസാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാകും. ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇത് കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും വാങ്ങി കഴിക്കും. വലിയവർക്കും നല്ല ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ ഈ ഒരു എഗ് പൊട്ടാറ്റോ റൈസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമ്മൾക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്, ഒരു കിഴങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങ് തൊലി കളഞ്ഞ് നമ്മൾക്കിത് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. 2 മുട്ടയും കൂടി ഉണ്ട്. മുട്ട നമ്മൾ റൈസ് എടുക്കുന്നതിനനുസരിച്ച് നമ്മൾക്ക് ഇതൊക്കെ കൂട്ടിയെടുക്കാം. കിഴങ്ങ് 1 മാത്രം മതി, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു കിഴങ്ങ് മാത്രം മതി. ഇപ്പോൾ കിഴങ്ങ് ഞാൻ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ കുറച്ച് മസാല ഒന്ന് തേച്ചെടുക്കണം. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യാനെടുക്കില്ല, അതുപോലെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറുനാരങ്ങ നീര്, അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് മസാല ഒക്കെ നല്ല പോലെ ഒന്ന് തേച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് മസാല ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലൊന്ന് നല്ല പോലെ തന്നെ തേച്ച് കൊടുക്കുന്നുണ്ട്. ടീസ്പൂൺ വെച്ച് ഞാൻ നല്ലപോലെ ഇങ്ങനെ ഇളക്കി, എന്നിട്ട് അവൾക്ക് പറ്റാഞ്ഞിട്ട് പിന്നെ ഞാൻ കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ടായിരുന്നു. കൈ വെച്ച് കുഴച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്കൊന്നും പറ്റില്ല, കൈ നല്ല നീറലും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് തന്നെ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഈ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളോട് പറയാനുള്ളത്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാനിത് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അരി കഴുകിയിട്ട് ഞാൻ 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ബസ്മതി റൈസ് മാത്രമല്ല, ജീരകശാല അതുപോലെ നമ്മളെ സാധാ റൈസ് വെച്ചിട്ടൊക്കെ നമ്മൾക്ക് ഈ ഒരു എഗ് റൈസ് ഉണ്ടാക്കാം. ഇപ്പോൾ വെള്ളം നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ല പോലെ തിളച്ചതിന് മാത്രം നമ്മൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുത്താൽ മതി. വെള്ളത്തിൽ നമ്മൾക്ക് ഏലക്കായ, പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ് അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കട്ടെ. അതുപോലെ ചെറുനാരങ്ങ നീര്, ലെമൺ ജ്യൂസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ നമ്മളിത് അരി വറ്റിച്ചെടുക്കുകയല്ല കേട്ടോ റൈസ് ചെയ്യുന്നത്. നമ്മൾ സാധാ ചോറൊക്കെ ഊറ്റിയെടുക്കുന്ന പോലെ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റൈസ് ഒന്ന് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു അരിപ്പപാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാം. ഈ റൈസിനുണ്ടല്ലോ കൂടെ വേറെ ഒന്നും സൈഡായിട്ട് വേണ്ട കേട്ടോ. ഒരു അച്ചാറ് മാത്രം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു റൈസ് വയറ് നിറച്ച് കഴിക്കും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും ചെയ്യും. ഇപ്പോൾ ഞാൻ മുട്ട നല്ല പോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതോടെ മാറ്റി വെക്കാം. ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള കൂടി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് സവാള നല്ല പോലെ ഒന്ന് വഴന്ന് വരുന്ന വരെ നമ്മൾക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നമ്മൾക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ റൈസിൽ ഒന്ന് ഉപ്പ് കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കണം വെള്ളത്തിൽ. അപ്പോഴാണ് നമ്മൾ ആ റൈസിൽ ഉപ്പൊന്ന് മുൻപന്തിയിൽ നിൽക്കണമല്ലോ, നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന പോലെ തന്നെ. എന്നാലാണ് ആ റൈസിൽ നല്ല ഉപ്പ് നമ്മൾക്കായി കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളെ സവാളൊക്കെ നല്ല പോലെ ഇങ്ങനെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മളടുത്ത് ക്യാരറ്റ്, നമ്മളടുത്ത് ഉള്ള വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ മസാല തേച്ചിട്ടുള്ള പൊട്ടാറ്റോ ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി പൊട്ടാറ്റോ നല്ല പോലെ ഒന്ന് വെന്ത് വരണം. ഒന്ന് അടച്ച് വെച്ചിട്ട് തന്നെ നമ്മൾക്കൊരു 5-10 മിനിറ്റ് ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. പൊട്ടാറ്റോ നല്ല ഫ്രൈ ആയ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അതുപോലെ നമ്മൾക്കിത് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മളെ പൊട്ടാറ്റോ ഒക്കെ നല്ല പോലെ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഓയിൽ കൂടി അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അതിൻ്റെ ഒരു നടുക്കിൽ ഞാനൊന്ന് പൊട്ടാറ്റോ ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ആ നടുക്കിൽ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടത്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ആ മുട്ടൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ, അതെല്ലാം അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾക്ക് അപ്പോൾ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. എന്നാലാണ് ആ മുട്ടൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ നമ്മൾക്ക് ഇങ്ങനെ ഇതായി കിട്ടുള്ളൂ, ചിക്കി കിട്ടുള്ളൂ. ഇതുപോലെ തന്നെ ചിക്കി എടുക്കണം.
ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി. ഈ ഒരു ടൈമിൽ ഞാൻ അതാ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഇത് ഒഴിവാക്കാം. എരിവ് കുട്ടികൾക്ക് ഇഷ്ടമാകില്ലല്ലോ. സ്കൂളിലേക്കൊക്കെ ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തേക്കാൻ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും ഇത് കേട്ടോ. അപ്പോൾ എരിവ് കുരുമുളകൊക്കെ നമ്മൾക്കൊന്ന് ഒഴിവാക്കിയാൽ മതി. നമ്മൾക്ക് വലിയവർക്കാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് എരിവൊക്കെ കൂട്ടി അങ്ങനെ എടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ റൈസൊക്കെ ഒരു പോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മീതെ ഇതാ നമ്മളെ ഈ ഒരു മിക്സ് പൊട്ടാറ്റോ എഗ് മിക്സ് ഉണ്ടല്ലോ, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതാ റൈസിൽ അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളെടുത്ത് മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ അടുത്ത് ഈ ഒരു ടൈമിൽ മല്ലിച്ചപ്പ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാതിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഈ ഒരു റൈസ് തയ്യാറാക്കി എടുക്കാൻ കഴിയട്ടോ. വെറും 10 മിനിറ്റ് മാത്രം മതി. അപ്പോൾ കുട്ടികൾക്കൊക്കെ കുട്ടികൾക്ക് എന്നല്ല വലിയവർക്കൊക്കെ ഓഫീസിലൊക്കെ പോണവർക്കും ജോലിക്കൊക്കെ പോണവർക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊണ്ടുപോകാൻ പറ്റിയ എളുപ്പം, വേറെ കറികളൊന്നും വേണ്ട, എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റൈസാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ട് നമ്മൾ ഈ റൈസ് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഒരു 10 മിനിറ്റ് ഇത് ഞാൻ അവിടെ ഇങ്ങനെ ആ ഒരു അടച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു തീയിൽ അങ്ങനെ എല്ലാം ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ റൈസ് ഒന്ന് വിളമ്പി എടുക്കുന്നുണ്ട് പ്ലേറ്റിലേക്ക്. ഇപ്പോൾ കണ്ടില്ലേ, അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റിന്. അങ്ങനെ ഇനി കുട്ടികൾക്ക് നിർബന്ധമാണെങ്കിൽ എന്തെങ്കിലും ചിക്കൻ അങ്ങനെ എന്തെങ്കിലും ഫ്രൈ ചെയ്താൽ മതി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു അച്ചാർ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി പൊട്ടാറ്റോ എഗ് റൈസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കല്ലേ. പുതിയ ഫ്രണ്ട്സുകൾ കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.